നമ്മൾ വീണ്ടും അയോധ്യയിലേക്ക് പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഹനുമാൻ ഘട്ടിൽ എത്തിച്ചേർന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. യെസ്, അദ്ദേഹം അവിടെ എത്തിച്ചേർന്നത്. അയോധ്യയിൽ നിന്ന് സുപ്രധാനമായ ചടങ്ങാണ്. അയോധ്യ ക്ഷേത്രത്തിൽ ധ്വജാരോഹണം നടത്തുകയാണ്. നേരത്തെ പ്രാൺ പ്രതിഷ്ഠയിൽ സുപ്രധാനമായ അതിഥിയായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം വീണ്ടും ഈ ധ്വജാരോഹണത്തിന് വേണ്ടി അയോധ്യയിലേക്ക് അദ്ദേഹം വീണ്ടും എത്തുകയാണ്. ഇത്തവണ അയോധ്യ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർണ്ണമായും സജ്ജീകരിച്ച ക്ഷേത്ര സമുച്ചയമാണ് അവിടെയുള്ളത്. അവിടേക്കാണ് ഇപ്പോൾ അദ്ദേഹം എത്തുന്നത്. 77 ഏക്കർ പ്രദേശത്തിനകത്തെ ഒരു വിശാലമായ ഇടത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഹനുമാൻ ഘട്ടിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, അദ്ദേഹം ഇനി ഈ രാം ടെമ്പിളിലേക്ക് അദ്ദേഹം ഉടൻ എത്തിച്ചേരുമോ? എന്താണ് ഇനിയുള്ള ക്രമീകരണങ്ങൾ? രാമക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി അല്പസമയത്തിനും എത്തിച്ചേരും. ഇപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാകുന്ന ഈ രാംപഥിന്റെ ഈ മേഖലകളിലേക്ക് അദ്ദേഹം വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് രണ്ട് ഭാഗങ്ങളിലും ഭക്തരുടെ ഈ ജനങ്ങളുടെ വലിയൊരു കൂട്ടമുണ്ട്. പ്രധാനമന്ത്രിയെ കൈകാണിക്കുകയും അദ്ദേഹം അവരോട് ഈ പറഞ്ഞ പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ മേഖലയിലൂടെ അദ്ദേഹം കടന്നു വരില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഹനുമാൻ ഈ രാമക്ഷേത്രത്തിന് അകത്തുകൂടി ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്. അതും അതീവ സുരക്ഷയുള്ളൊരു മേഖലയാണ്. അതുവഴിയായിരിക്കാം അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുക എന്നാണ്. പക്ഷേ അത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ഈ രാമക്ഷേത്രത്തിന് മുൻപിൽ എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വളരെ പെട്ടെന്ന് തന്നെയാണ്. അത്തരത്തിൽ ക്രമീകരണങ്ങളുണ്ട്. ഇപ്പോഴും റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. റോഡ് ഷോയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കുകയും മറ്റും ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം അല്പസമയത്തിനകം ക്ഷേത്രത്തിലെത്തും. ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനമുണ്ടാകും. അതിനുശേഷമാകും ഈ രാമക്ഷേത്രത്തിലേക്ക് പോവുകയും അവിടുത്തെ ക്രമീകരണങ്ങളും മറ്റും വിലയിരുത്തുകയും മറ്റും ചെയ്യുക. ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. ക്ഷേത്രം ചുറ്റും നടന്നു കാണും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2.5 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ക്ഷേത്രമാണ്. 2.5 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ആ മേഖലകളൊക്കെ അദ്ദേഹത്തിന്റെ പുതിയ നിർമ്മാണ പുരോഗതിയും മറ്റും അദ്ദേഹം ഒരു പക്ഷേ വിലയിരുത്തിയേക്കാം. പൂർണ്ണമായ ക്ഷേത്രത്തിന്റെ മറ്റ് കാര്യങ്ങൾ വിലയിരുത്തിയേക്കാം. അതിന്റെ പ്രധാനപ്പെട്ട എഞ്ചിനീയർമാർ, ശില്പികൾ, ഒപ്പം നിർമ്മാണ തൊഴിലാളികൾ ഇവരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് ഏത് സമയത്താണ്? ഒരുപക്ഷെ ഈ ചടങ്ങിന് മുമ്പായിരിക്കാനാണ് സാധ്യത. എന്നാൽ നമ്മളെ അറിയിച്ചിരിക്കുന്നത് 3 മണിക്കൂർ പ്രധാനമന്ത്രി അയോധ്യയിൽ ഉണ്ടാകും. അതായത് 10 മണിയോടുകൂടി പ്രധാനമന്ത്രി അയോധ്യയിലെത്തി അതിനുശേഷം ഒരുപക്ഷെ 1 മണി വരെ ആയിരിക്കും ഇവിടെ ചിലവിടുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനിടയ്ക്ക് ഇത്രയും കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം കലശപൂജയാണ്. 12ഓളം ഉപക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലശങ്ങളുമായി വന്ന സന്യാസിമാർ, ആചാര്യവര്യന്മാർ, അവരുടെയൊക്കെ സാന്നിധ്യമായിരുന്നു ഏറ്റവും പ്രധാനം. അതോടുകൂടിയാണ് പൂജാ ചടങ്ങുകൾ ആരംഭിച്ചത്. ഒപ്പം ഈ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക പൂജകൾ ഇന്ന് രാവിലെ 6 മണി മുതൽ ആരംഭിച്ചിരുന്നു. 101 ആചാര്യന്മാരാണ് അത് നേതൃത്വം നൽകുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ധ്വജാരോഹണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. 191 അടി ഉയരമുള്ള ക്ഷേത്രമാണ്. അതിൽ 11 അടി ഉയരത്തിലാണ് ഗോപുരത്തിലാണ് ഈ പതാക സ്ഥാപിക്കുക. അത് പ്രധാനമന്ത്രിയാണ് നടത്തുക. ഒപ്പം RSSന്റെ സർവ്വസംഘചാലക് മോഹൻ ഭാഗവതും ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് ഇന്നലെ മുതൽ തന്നെ അയോധ്യയിലുണ്ട്. അയോധ്യയിലെ ഓരോ ക്രമീകരണങ്ങളും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. സുരക്ഷാ ക്രമീകരണം അടക്കം, ഒപ്പം നിർമ്മാണത്തിന്റെ വിലയിരുത്തലും മറ്റും അദ്ദേഹം നടത്തുന്നുണ്ട്. നേരത്തെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിരുന്നു. അയോധ്യ ക്ഷേത്രത്തിൽ ചോർച്ച സംഭവിച്ചു എന്ന കാര്യത്തിലൊക്കെ അതൊക്കെ വളരെ വേഗം പരിഹരിക്കുകയും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തുകയും ചെയ്തു. നമുക്കറിയാം ലാർസൻ ആൻഡ് ട്യൂബ്രോ, അതായത് L&T ആണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. അത് 77 ഏക്കർ സ്ഥലത്ത് 2.5 ഏക്കർ പ്രദേശത്ത് നടക്കുന്ന ഒരു നിർമ്മാണമാണ്. അതിന്റെ ഓരോ ഘട്ടങ്ങളും വിലയിരുത്താൻ വിദഗ്ധരായ ആൾക്കാരുണ്ട്. UP ഭരണകൂടം, ഒപ്പം ശ്രീരാമ തീർത്ഥ ട്രസ്റ്റ്, അയോധ്യ തീർത്ഥ ട്രസ്റ്റ് നിർമ്മാണം മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ആചാരപരമായ നിരവധി പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. നിർമ്മാണ കാര്യത്തിലും വാസ്തുശില്പപരമായും മറ്റും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ അനുസരിച്ചുള്ള ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ
തന്നെ ഇതെല്ലാം ഒരേ തലത്തിൽ കൊണ്ടുവന്ന് ഇത്ര സങ്കീർണമായ പ്രക്രിയകളിലൂടെ കടന്നു പോകുന്ന ഒരു ക്ഷേത്ര നിർമ്മാണം ആദ്യമായി ആയിരിക്കാം. അതനുസരിച്ചുള്ള പ്രൗഢിയും അതിൻ്റെ ഒരു തനിമയും മറ്റും അയോധ്യ ക്ഷേത്രത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ ഇന്നലെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ശരിക്കും വലിയ ഒരു കൊട്ടാരങ്ങളൊക്കെ പോലെ, സിനിമകളിലൊക്കെ കാണുന്ന വലിയ വലിയ കൊട്ടാരങ്ങൾ പോലെ, വലിയ വലിയ ഭവനങ്ങൾ പോലെയുള്ള നിർമ്മിതികൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ കാണുകയുണ്ടായി. പ്രത്യേക കല്ലുകളിൽ കൊത്തിയെടുത്ത രൂപങ്ങൾ, 12ഓളം ഉപദേവതകളുടെ പ്രതിഷ്ഠ, ഒപ്പം ശ്രീകോവിലുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതകൾ, സ്വർണം പൂശിയ വാതിലുകൾ, അങ്ങനെ എല്ലാ തരത്തിലുമുള്ള തീർത്ഥാടകരെ മാത്രമല്ല ഈ ടൂറിസ്റ്റുകളെയും ആകർഷിക്കാത്ത വിധത്തിലുള്ള നിർമ്മാണ ഒരു തലം ഈ ക്ഷേത്രത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ ഘട്ടങ്ങളും ഓരോ ക്രമീകരണങ്ങളും വളരെ കൃത്യമായി വിലയിരുത്തി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ പുരോഗതിയും മറ്റുമെല്ലാം പ്രധാനമന്ത്രി വിലയിരുത്തിയേക്കാം. അദ്ദേഹം ഈ ക്ഷേത്രം നമുക്കറിയാം 2024 ജനുവരി മാസത്തിലാണ് ഇതിനു മുമ്പ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ന് നിർമ്മാണം 2 നിലകൾ മാത്രമാണ് പൂർത്തിയായിരുന്നത്. താഴികക്കുടങ്ങളും മറ്റും സ്ഥാപിച്ചിരുന്നില്ല. ഇപ്പോൾ 3ാം നില പൂർത്തിയാകുന്നു. താഴികക്കുടം സ്ഥാപിച്ച പശ്ചാത്തലമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അതിനുശേഷം അദ്ദേഹം ആദ്യമായാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം അയോധ്യയിൽ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അതുകൂടി ചേർത്ത് വെച്ചാൽ അത്തരം പുരോഗതികൾ കൂടി വിലയിരുത്തുക, ക്ഷേത്രം ഒരിക്കൽ കൂടി കണ്ടു മടങ്ങുക എന്നുള്ള ഉദ്ദേശം കൂടി പ്രധാനമന്ത്രിക്കുണ്ട്. അതനുസരിച്ചുള്ള പരിപാടികളും ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകാം. സൈത്ത്, എന്തായാലും ക്ഷേത്രം പ്രധാനമന്ത്രി വീണ്ടും അവിടെ സന്ദർശനം നടത്തുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം സന്ദർശന പരിപാടികൾ തുടരുകയാണ്. രഞ്ജിത്ത്, മടങ്ങി വരാം. എന്തായാലും ആ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി ഇപ്പോൾ എവിടെ എത്തിയെന്ന് കൂടി നമുക്ക് നോക്കാം. അഭിലാഷ് രാധാകൃഷ്ണനുണ്ട്. അഭിലാഷ്, പ്രധാനമന്ത്രിയുടെ ടീം പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളാണല്ലോ ഇപ്പം പുറത്തു വരുന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. മറ്റ് മാധ്യമങ്ങൾക്ക് അവിടേക്ക് പ്രവേശനം ഇപ്പോഴില്ല. അതുകൊണ്ട് ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്? അദ്ദേഹം രാമക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞോ? ഇപ്പോൾ സജിത്ത്, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപദേവതാ പ്രതിഷ്ഠകളെല്ലാം പോയി കണ്ട് വണങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ ചുറ്റും നടന്ന് എല്ലാ പ്രതിഷ്ഠകളെയും കണ്ട് വണങ്ങി അവിടെ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. അദ്ദേഹത്തിനൊപ്പം സെക്യൂരിറ്റികളുമുണ്ട്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുള്ളത്, ഇന്ന് രാമൻ്റെയും സീതയുടെയും വിവാഹം നടന്ന ദിവസമായിട്ടാണ് കണക്കാക്കുന്നത്. വിവാഹ പഞ്ചമി എന്നാണ് അതിന് പറയുന്നത്. ഇന്ന് ആ ദിവസമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഇൻസിഡൻസ് ആയിട്ട്. അതായത് രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്ന ദിവസമാണ്. ആ ദിവസം രാമൻ്റെയും സീതയുടെയും വിവാഹത്തിൻ്റെ ദിവസമായി കാണുന്ന ഒരു ദിവസം കൂടിയാണ്. വിവാഹ പഞ്ചമിയാണ്. അതുകൂടി ഒരു പുണ്യ മുഹൂർത്തമായി ഹിന്ദു വിശ്വാസികൾ കാണുന്നതാണ്. ആ ദിവസം തന്നെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് ഒരു വലിയ ഭാഗ്യമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഇന്ന് ഹിന്ദു വിശ്വാസികൾ അത് കാണുന്നത്. ആ ദിവസം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിൻ്റെ പതാക ഇന്ന് അനാച്ഛാദനം ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഉയർത്തുന്ന ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത് 11:52 12:35 ഇടയ്ക്കാണ് ഇത്തരത്തിൽ രാമക്ഷേത്രത്തിൻ്റെ പതാക ഇന്ന് അമ്പലത്തിൽ ഉയരാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ നടന്ന് പ്രദക്ഷിണം വെച്ച് ദൈവത്തെ കാണുന്നുണ്ട്, തൊഴുന്നുണ്ട്. പൂജാദ്രവ്യങ്ങളും പൂക്കളും സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സുരക്ഷയാണ് ഇന്ന് അയോധ്യയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സജിത് നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്കൊന്നും അതിനകത്ത് പ്രവേശനമില്ല. ഒരുപക്ഷെ ഈ പരിപാടിയെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നരേന്ദ്രമോദി ഭക്തരെ കാണുന്നുണ്ടായിരിക്കും. അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ കാണാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം കൈകൂപ്പി അമ്പലത്തിലെ എല്ലാ ദേവതാ പ്രതിഷ്ഠകളെയും പോയി കാണുന്നതും അദ്ദേഹത്തിന് ഒപ്പം ഒരു പൂജാരി ഉണ്ടതും നമുക്ക് കാണാം. വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ശില്പങ്ങൾ. ആ ശില്പത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, തൊഴുതു വണങ്ങുന്നു. അത് രാജ്യം മുഴുവൻ എല്ലാ ഹിന്ദുമത വിശ്വാസികൾക്കും അങ്ങേയറ്റം അനുഗ്രഹീതമായ ഒരു ദിവസമാണെന്ന് ഹിന്ദുക്കൾ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ BJP നേതാക്കളടക്കം പറഞ്ഞു വയ്ക്കുന്നു. വലിയ രീതിയിൽ ഇന്ന് രാജ്യം മൊത്തം കൊണ്ടാടുന്ന ഒരു മഹോത്സവമായി അയോധ്യ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഹിന്ദുക്കൾ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഇന്ന് ഈ ക്ഷേത്രത്തിലെ 22 അടി ഉയരമുള്ള ഒരു പതാകയാണ്, 22 അടി ഉയരവും 11 അടി വീതിയിലുമുള്ള പതാകയാണ് ഇന്ന് ക്ഷേത്രത്തിൽ ഉയർത്തുന്നത്.